സിത്താര എപ്പോ വന്നു? ഉദയനെയും നിർമ്മലയും ഒന്ന് കാണാനായിട്ട് വന്നതാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും എന്തെങ്കിലും ഒരു കുഴപ്പം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഷോക്കടിക്കുന്നത് അവര് തീരുമാനിച്ചിട്ടല്ലോ. പക്ഷേ ആ ഒരൊറ്റ ഷോക്കുണ്ട് എന്തെല്ലാം നഷ്ടങ്ങളാണ് നമുക്കുണ്ടായത്. കല്യാണ തീയതി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിന്നും മാഡം പിന്മാറിയില്ലേ? ആളുകൾ മുന്നിൽ നാണക്കേടായി. ഉദയനും നിർമ്മലയും നമ്മുടെ കുടുംബാംഗങ്ങളല്ലേ മണിക്കുഞ്ഞെ. അവരിങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ അത് നടത്താതിരുന്നത് നന്നായെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ അഭിപ്രായം. അല്ലേ നവീൻ? ഫാക്ച്വൽ ഉദ്ഘാടന ദിവസം തന്നെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിൽ എനിക്കല്പം നിരാശയുണ്ട്. ലീവ് ഇറ്റ് നവീൻ. നമ്മൾ ഇടപെടുന്ന ഫീൽഡില് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനും താനും ഒക്കെ അത് സ്ഥിരമായി ഹാൻഡിൽ ചെയ്യുന്നവരല്ലേ. നമുക്കിത് മാനേജ് ചെയ്യാടോ. ഇന്ന് വിവാഹത്തിന്റെ തീരുമാനം മാറ്റിവെച്ചൊന്നും നോക്കണ്ട. അടുത്ത ദിവസം തന്നെ നമുക്ക് ചടങ്ങ് നടത്തിയേക്കാം. ആണോ? ആ ഞാനിത് തറവാട്ടിൽ വന്ന് അമ്മയോട് പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, അമ്മയോട് ഞാൻ പറഞ്ഞോളാം. സിത്താര പെട്ടെന്നൊരു തീരുമാനം എടുത്തപ്പോ എല്ലാവർക്കും ടെൻഷനായിരുന്നു. ഇപ്പതാ പൂർണ്ണമായിട്ട് മാറിയിട്ടോ. മാഡം ഗാദിയുടെ അടുത്ത് പറഞ്ഞു. ആ ഞാൻ എന്റെ മോളോട് പറയുന്നത് ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പൊ ഓക്കെ, ഇനി ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. എത്രയും പെട്ടെന്ന് വിവാഹവും നടത്തണം. ഞാൻ ഇറങ്ങട്ടെ നവീൻ. ശരി. ഓ എന്റെ പൊന്നു സാറേ, എനിക്കിപ്പോഴാ ശ്വാസം നേരെ വീണത്. ഇവരുണ്ടല്ലോ, ഈ പോയ അയൺ ലേഡി, ഇവരൊരു തീരുമാനം എടുത്താ അട്ട പിടിച്ച പോലെയാ, വിടില്ല.